നമസ്കാരം, ഞാൻ അഞ്ജു. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൊല്ലം 10ാമത് കേരള ഹോക്കി ജൂനിയർ പുരുഷ വിഭാഗം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ. ദിവ്യ ദേശ്മുഖ് ഫിഡെ വനിതാ വേൾഡ് കപ്പ് ജേതാവ്. 2025 ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ ഇന്ത്യ 12 മെഡലുകളോടെ 20ാം സ്ഥാനത്ത്. ലോക അക്വാട്ടിക്സിന്റെ ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിതനായി കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ എസ് രാജീവ്. വാർത്തകൾ വിശദമായി. പ്രതിഭയും പോരാട്ടവീര്യം നിറഞ്ഞ പ്രകടനത്തിലൂടെ കൊല്ലത്തിന്റെ ആൺകുട്ടികൾ 10ാമത് കേരള ഹോക്കി ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് 2025 കിരീടം ചൂടി. ശക്തമായ മഴ ഉയർത്തിയ വെല്ലുവിളി മറികടന്നാണ് കൊല്ലം ടീം പറവൂരിൽ കിരീടമുയർത്തിയത്. 10ാമത് കേരള ഹോക്കി ജൂനിയർ പുരുഷ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ആവേശകരമായ ഫൈനലിൽ തിരുവനന്തപുരത്തെ 2-0 പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി കൊല്ലം കിരീടം നേടി. GHSS നോർത്ത് പറവൂരിൽ നടന്ന ഫൈനൽ നിശ്ചിത സമയത്ത് ഗോൾ രഹിതമായി അവസാനിച്ചു. വെങ്കല മെഡൽ മത്സരത്തിൽ മലപ്പുറം ആലപ്പിക്കെതിരായ പെനാൽറ്റിയിൽ 3-2 വിജയിച്ച് 3ാം സ്ഥാനം നേടി. മുഴുവൻ സമയത്ത് കളി 2-2 അവസാനിച്ചത് പെനാൽറ്റിക്ക് വഴിയൊരുക്കി. ചാമ്പ്യൻഷിപ്പ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം കേരള ഹോക്കി സെക്രട്ടറി CT സോജിയും നോർത്ത് പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശിധരനും പങ്കെടുത്തു. ദേശീയ ഹോക്കി സർക്യൂട്ടിൽ കേരളത്തിന്റെ വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം അടിവരയിടുന്ന തരത്തിൽ ആവേശകരമായ മത്സരം ടൂർണമെന്റിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്തിന്റെ സബിൻ മികച്ച ഗോൾ കീപ്പറായി, മികച്ച ഡിഫൻഡറായി എറണാകുളത്തിന്റെ ആദിത്യകുമാർ, മികച്ച ഹാഫ് ബാക്കായി മലപ്പുറത്തിന്റെ യാദവ് റാം, മികച്ച ഫോർവേഡായി കൊല്ലത്തിന്റെ സായിറാം, ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി കൊല്ലത്തിന്റെ അനീഷ് മിൻസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. ആവേശകരമായ ഫൈനലിൽ 19-കാരിയായ ഇന്ത്യൻ ചെസ് പ്രതിഭ ദിവ്യ ദേശ്മുഖ് ഫിഡെ വനിതാ ലോകകപ്പ് നേടി. പരിചയസമ്പന്നയായ ഇന്ത്യൻ താരം കൊനേരു ഹംപിയെ റാപ്പിഡ് ടൈ ബ്രേക്കുകളിൽ പരാജയപ്പെടുത്തിയാണ് ഈ വിജയം ദേശ്മുഖിന് നേടാനായത്. ടൂർണമെന്റിൽ 15ാം സ്ഥാനക്കാരിയായി എത്തിയ ദേശ്മുഖ് 2ാം സീഡ് ഷൂജിനർ, 3ാം സീഡ് ടാങ് സോങ്ങി എന്നിവരുൾപ്പെടെ ഉയർന്ന റാങ്കിലുള്ള എതിരാളികളെ മറികടന്നാണ് നേട്ടം കൊയ്തത്. ഈ വിജയത്തോടെ 2026 കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ ദേശ്മുഖ് അവരുടെ സ്ഥാനം ഉറപ്പിച്ചു. അവിടെ ലോകത്തിലെ മികച്ച കളിക്കാരുമായി മത്സരിക്കും. ദേശ്മുഖും ഹംപിയും തമ്മിലുള്ള ഫൈനലിലെ ഗെയിമുകൾ സമനിലയിൽ അവസാനിച്ചു. അതോടെ മത്സരം വേഗത്തിലുള്ള ടൈ ബ്രേക്കുകളിലേക്ക് തള്ളിവിട്ടു. 2ാം ടൈ ബ്രേക്ക് ഗെയിമിൽ ദേശ്മുഖ് ഹംപിയുടെ നിർണായക പിഴവുകൾ മുതലെടുത്ത് അവിസ്മരണീയമായ വിജയം നേടി. ജർമ്മനിയിലെ റൈൻഡൂർ മേഖലയിൽ നടന്ന 2025 ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ തിളങ്ങി ഇന്ത്യൻ താരങ്ങൾ. 2 സ്വർണവും 5 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകൾ ഇന്ത്യൻ സംഘം നേടി. ഇത് ആഗോള സർവകലാശാല കായികവേദിയിൽ ഇന്ത്യയുടെ ശക്തമായ ഒരു പ്രകടനമാണ്. മിക്സഡ് ടീം കോമ്പൗണ്ട് ആർച്ചറിയിൽ പർണീത് കൗറും കുശാൽ ദലാലും, പുരുഷന്മാരുടെ കോമ്പൗണ്ട് ആർച്ചറിയിൽ സാഹിൽ ജാദവും സ്വർണ്ണ മെഡലുകൾ നേടി. വനിതാ കോമ്പൗണ്ട് ആർച്ചറിയിൽ പർണീത് കൗർ, കുശാൽ ദലാൽ, സാഹിൽ ജാദവ്, ഹൃത്തിക് ശർമ്മ എന്നിവരടങ്ങുന്ന പുരുഷ കോമ്പൗണ്ട് ആർച്ചറി ടീം, പുരുഷ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേൽ, വനിതകളുടെ 5000 മീറ്ററിൽ സീമ, വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ അങ്കിത ധ്യാനി എന്നിവർ വെള്ളി മെഡലുകൾ നേടി. ബാഡ്മിന്റൺ മിക്സഡ് ടീം, വനിതാ സിംഗിൾസ് ടെന്നീസിൽ വൈഷ്ണവി അത്കർ, വനിതാ കോമ്പൗണ്ട് ടീം ആർച്ചറി ടീം പർണീത് കൗർ, അവനീത് കൗർ, മധുര ധമാൻ ഗോങ്കർ, വനിതാ 20 കിലോമീറ്റർ റേസ് വാക്ക് ടീം സേജൽ സിംഗ്, മുനിത പ്രജാപതി, മാൻസി നേഗി, പുരുഷ 4x100 മീറ്റർ റിലേ ടീം ലാലു പ്രസാദ് ഭോയ്, അനിമേഷ് കുജുർ, മണികണ്ഠ ഹോപ്ലിധർ, മൃത്യം ജയറാം എന്നിവരടങ്ങിയ ടീം വെങ്കല മെഡലുകൾ നേടി. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലും കേരള അക്വാട്ടിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റും ലോക അക്വാട്ടിക്സിന്റെ അന്താരാഷ്ട്ര നീന്തൽ ഓഫീഷ്യലുമായ എസ് രാജീവ് ലോക അക്വാട്ടിക്സിന്റെ ടെക്നിക്കൽ സ്വിമ്മിംഗ് കമ്മിറ്റിയിലേക്ക് നിയമിതനായി. സിംഗപ്പൂരിൽ നടന്ന ലോക അക്വാട്ടിക്സ് കോൺഗ്രസിലാണ് അഭിമാന പ്രഖ്യാപനം ഉണ്ടായത്. വീരേന്ദ്ര നാനാവതിക്ക് ശേഷം ഈ സ്ഥാനത്തേക്ക് എത്തുന്ന 2ാം ഇന്ത്യക്കാരനാണ് രാജീവ്. 1988 മുതൽ അദ്ദേഹം സ്വിമ്മിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുതിർന്ന അംഗവും ലോക അക്വാട്ടിക്സിന്റെ അന്താരാഷ്ട്ര ടെക്നിക്കൽ ഒഫീഷ്യലുമാണ്. 3 തവണ വീതം ഒളിമ്പിക്സും ലോക ചാമ്പ്യൻഷിപ്പും, ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഇൻഡോർ ഗെയിംസ്, വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ്, ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസ് തുടങ്ങിയ നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട്. 5ാമത് കേരള സ്റ്റേറ്റ് കേഡറ്റ് ഓപ്പൺ തായ്ക്വോണ്ടോ ചാമ്പ്യൻഷിപ്പ് ഓഗസ്റ്റ് 2 കൊച്ചിയിലെ കടവന്ത്രയിലുള്ള റീജിയണൽ സ്പോർട്സ് സെന്ററിൽ നടന്നു. ഏഷ്യൻ തായ്ക്വോണ്ടോ യൂണിയൻ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മാസ്റ്റർ മുഹമ്മദ് ഇഷാഖിന്റെ സാന്നിധ്യത്തിൽ പുട്ട വിമലാദിത്യ IPS പരിപാടി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നടക്കുന്ന 15ാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ കേരള സംസ്ഥാന സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം A ഡിവിഷനിലേക്ക് യോഗ്യത നേടി. കേരള ഹോക്കി വാർഷിക ജനറൽ ബോഡി യോഗം ഓഗസ്റ്റ് 9 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരത്തെ ഹോട്ടൽ വൈറ്റ് ഡാമറിൽ നടക്കും.
ഓൾ ഏജ് ഗ്രൂപ്പ് എയറോബിക് ജിംനാസ്റ്റിക് നാഷണൽ ചാമ്പ്യൻഷിപ്പ് സെപ്റ്റംബർ 8, 9, 10 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയമാണ്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ദേശീയതല മത്സരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ പ്രായത്തിലുള്ള ജിംനാസ്റ്റുകളും പങ്കെടുക്കും. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.